പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സിനിമയിലെത്തി. ആദ്യ സിനിമ ചെയ്യാനെടുത്തത് 3 വർഷം. നിർമ്മാതാവും വിതരണക്കാരനുമില്ലാതെ ബുദ്ധിമുട്ടി. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ ചിത്രം കന്നഡയിൽ സൂപ്പർ ഹിറ്റ്. 2ഉം 3ഉം ചിത്രങ്ങൾ പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ. 4ാമത്തെ ചിത്രത്തിനായി ഇന്ത്യൻ സിനിമ തന്നെ കാത്തിരിക്കുന്നു. ആരെക്കുറിച്ചാണെന്നല്ലേ? സലാറിന്റെ സംവിധായകൻ പ്രശാന്ത് നീൽ. ഒറ്റ ചിത്രം കൊണ്ട് ഇന്ത്യൻ സിനിമയിൽ ബ്രാൻഡായി മാറിയ സംവിധായകനാണ് പ്രശാന്ത് നീൽ. സ്വന്തം തിരക്കഥയിൽ സംവിധാനം ചെയ്ത KGF-ലൂടെയാണ് പ്രശാന്ത് നീൽ എന്ന പേര് ഇന്ത്യൻ സിനിമ ആദ്യം കേൾക്കുന്നത്. പിന്നാലെ എത്തി KGF 2. ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ സംവിധായകരുടെ പട്ടികയിൽ ശങ്കറിനും രാജമൗലിക്കും പിന്നാലെ ആ പേരും ഇടം പിടിച്ചു. 2014-ൽ പുറത്തിറങ്ങിയ ഉഗ്രമാണ് ആദ്യ ചിത്രം. സഹോദരി ഭർത്താവിനെ നായകനാക്കി പ്രശാന്ത് ഒരുക്കിയ ഉഗ്രം കന്നഡയിൽ സൂപ്പർ ഹിറ്റായിരുന്നു. ആന്ധ്രയിലെ നീലകണ്ഠപുരത്താണ് ജനനം. സിനിമയിലെത്താനുണ്ടായ പ്രചോദനം എന്തെന്ന് ചോദിച്ചാൽ ഒരു സങ്കോചവുമില്ലാതെ ഉത്തരം പണം, പണം മാത്രം. ബാക്കിയൊക്കെ അതിനുശേഷം വരുന്നതാണ്. അതിന് പിന്നിലൊരു കഥ കൂടിയുണ്ട്. ജീവിതത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടൊന്നുമില്ലാതിരുന്ന ഒരു 14-കാരൻ്റെ മുന്നിലേക്ക് വന്ന ഒരു വാർത്തയാണ് പ്രശാന്ത് നീൽ എന്ന സംവിധായകനെ, തിരക്കഥാകൃത്തിനെ, എഡിറ്ററെ സിനിമയിലെത്തിച്ചത്. സൽമാൻ ഖാന്റെ ഹം ആപ്കെ ഹൈൻ കൗൻ എന്ന ചിത്രം 100 കോടി ക്ലബിൽ ഇടം നേടിയെന്ന വാർത്ത പ്രശാന്തിന്റെ ഭാവി തീരുമാനിക്കുന്നതായി. പണമുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സിനിമയാണെന്ന് തോന്നി. അന്നു മുതൽ സിനിമ സ്വപ്നം കണ്ടു. എഡിറ്റിംഗ് പഠിച്ചു. ശേഷം തിരക്കഥയിലേക്കും സംവിധാനത്തിലേക്കും കടന്നു. പിന്നീട് സംഭവിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കഥ പറയാനാണ് ശ്രമിക്കുന്നത്. തിയേറ്ററിലെത്തുന്നവരെ ആനന്ദിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യം. ഇതാണ് സിനിമയെക്കുറിച്ചുള്ള പ്രശാന്തിന്റെ കാഴ്ചപ്പാട്. ഏറെ കാത്തിരിപ്പിനൊടുവിലെത്തുന്ന സലാറും പ്രേക്ഷകരെ ആനന്ദിപ്പിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.